കൽക്കി 2898 AD. നമ്മുടെ ഈ ഒരു ചാനലിൽ മോഹൻലാലിൻ്റെ സിനിമ അപ്ഡേറ്റുകളും റിവ്യൂസുമാണ് നമ്മൾ കൂടുതലും ഇടാറുള്ളത്. ഇനി മുതൽ എല്ലാ സിനിമകളുടെ റിവ്യൂസും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ മറ്റ് സിനിമകളുടെ അപ്ഡേറ്റൊക്കെ ഫിലിം ക്ലാബ്സ് എന്ന ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ കൽക്കി സിനിമയുടെ റിവ്യൂയിലേക്ക് പോകാം. കൽക്കി 2898 AD. മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരം, ദശാവതാരമായ കൽക്കിയുടെ ജനനത്തിനെ സംബന്ധിച്ചുള്ള കഥയാണ് ഈ ഒരു സിനിമ. പ്രഭാസ് ഭൈരവ എന്ന ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ പ്രഭാസിൻ്റെ ഭൈരവ എന്ന ക്യാരക്ടറും ഭുജിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ചില സ്ഥലത്ത് നല്ലതാണെങ്കിലും ചില സ്ഥലത്ത് അത് വീക്കായിട്ടാണ് തോന്നിയത്. ചില കോമഡീസൊക്കെ എനിക്ക് വർക്കൗട്ടായി, ചിലതൊന്നും വലിയ രീതിയിൽ വർക്കൗട്ടായിട്ടില്ല. പ്രഭാസിൻ്റെ ഇൻട്രോ ഫൈറ്റൊക്കെ വളരെ ലെങ്തി ആയിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു ഫൈറ്റ് കാണാനൊക്കെ കിടിലനായിരുന്നു. ശരിക്കും പ്രഭാസ് ഈ ഒരു സിനിമയിലൊരു ആൻറ്റി ഹീറോ ആയിട്ടാണ് എത്തുന്നത്. ശരിക്കും ഈ ഒരു സിനിമയിലെ നായകൻ അമിതാഭ് ബച്ചനാണെന്ന് നമുക്ക് പറയാം. കാരണം അമിതാഭ് ബച്ചൻ്റെ അശ്വത്ഥമ എന്ന ക്യാരക്ടർ ഉടനീളം സിനിമയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസൊക്കെ നല്ല ഇമ്പാക്റ്റായിരുന്നു, രോമാഞ്ചിഫിക്കേഷൻ തരുന്നത് തന്നെയായിരുന്നു. 81 വയസ്സോളമുണ്ട് അമിതാഭ് ബച്ചൻ്റെ പ്രായം. അതുപോലെ സിനിമയിൽ പ്രഭാസും അമിതാഭ് ബച്ചനും തമ്മിലുള്ള ഫൈറ്റ് സീൻസൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് സീനിലെ ക്വാളിറ്റിയും നല്ല രീതിയിൽ തന്നെ നാഗാശ്വിൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയിലുള്ള AI ആയ ഭുജി എന്ന ക്യാരക്ടറിന് ശബ്ദം കൊടുത്തിരിക്കുന്നത് കീർത്തി സുരേഷാണ്. കുഴപ്പമില്ലാത്ത ഫസ്റ്റ് ഹാഫാണ് സിനിമയിലേത്. അതുപോലെ ഇൻ്റർവൽ ബ്ലോക്കും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് സിനിമയുടെ ഗതി തന്നെ മാറുന്നത്. കാരണം അത്രയും ഹൈ മൊമെൻറ്റ്സൊക്കെ വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അന്ന ബെന്നിന് സ്ക്രീൻ ടൈം കുറവാണെങ്കിലും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അന്ന ബെന്നിൻ്റെ ആക്ഷൻ സീൻസൊക്കെ നല്ല ഇമ്പാക്റ്റ് തരുന്നത് തന്നെയാണ്. ശോഭനയ്ക്ക് കിട്ടാവുന്ന മികച്ച കഥാപാത്രമാണ് ഈ ഒരു സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. അന്ന ബെന്നിനുള്ളതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങൾ ശോഭനയ്ക്കുണ്ട് ഈ ഒരു സിനിമയിൽ. ദീപിക പദുക്കോൺ, കൽക്കിയുടെ അമ്മയായിട്ടാണ് ദീപിക പദുക്കോൺ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച മഹാഭാരത സീക്വൻസൊക്കെ നന്നായിട്ടുണ്ട്. കമൽഹാസൻ, സിനിമയിലെ പ്രധാന വില്ലനായ കമൽഹാസൻ, വളരെ കുറഞ്ഞ സമയം മാത്രമാണ് കമൽഹാസനെ സ്ക്രീനിൽ കാണിക്കുന്നത്. എന്നാലും ആ ഒരു സീനുകളിലൊക്കെ വളരെ വലിയ ഇമ്പാക്റ്റാണ് സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് കിട്ടുന്നത്. മഹാഭാരതത്തിലെ ഒരു പ്രധാന എപ്പിക് ക്യാരക്ടറായിട്ട് പ്രഭാസ് ഈ ഒരു സിനിമയുടെ അവസാന ഭാഗത്തിൽ എത്തുന്നുണ്ട്. അത് നല്ല ഹൈ മൊമെൻ്റാണ് സിനിമയിൽ. അതൊരു ഗംഭീര സീന് തന്നെയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു എൻട്രി. മൊത്തത്തിൽ സിനിമയുടെ VFXും ആക്ഷൻ സീക്വൻസും വിഷ്വൽ എഫക്റ്റും ഒക്കെ കാണുമ്പോൾ ഒരു ഇന്ത്യൻ സിനിമയാണ് കാണുന്നതെന്നുള്ള ഒരു പ്രതീതി പോലും നമുക്ക് തോന്നില്ല. മാർവലിൻ്റെ സിനിമകളൊക്കെ കാണുന്നത് പോലുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. എന്തായാലും ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് കൽക്കി. സിനിമയുടെ അവസാന ഭാഗത്ത് കമൽഹാസൻ്റെ ഒരു ഞെട്ടിപ്പിക്കുന്ന മേക്ക് ഓവർ ഉണ്ട്. ദുൽഖറിൻ്റെയും വിജയ് ദേവരകൊണ്ടയുടെയും ക്യാമിയോ റോൾസൊക്കെ സിനിമയിലുണ്ട്. വിജയ് ദേവരകൊണ്ട കർണനായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അതുപോലെ ദുൽഖർ സൽമാൻ ക്യാപ്റ്റൻ എന്നൊരു ക്യാരക്ടറായിട്ടാണ് എത്തുന്നത്. ദുൽഖറിനേക്കാളും ഇമ്പാക്റ്റ് തരുന്ന ഒരു ക്യാമിയോ തന്നെയായിരുന്നു വിജയ് ദേവരകൊണ്ടയുടെ. കൽക്കി എന്ന ക്യാരക്ടറായിട്ട് ആരായിരിക്കും അഭിനയിക്കുന്നതെന്ന് ഇതുവരെയും സിനിമയിൽ റിവീൽ ചെയ്തിട്ടില്ല. എന്തായാലും കൽക്കി ആരാണെങ്കിലും കൽക്കിയെ നേരിടാൻ പോകുന്ന കമൽഹാസൻ്റെ സുപ്രീം യാസ്കിൻ എന്ന ക്യാരക്ടർ വളരെ ശക്തനായിട്ടുള്ളൊരു വില്ലനായിട്ട് മാറിയിട്ടുണ്ട്. കൽക്കിയുമായിട്ടും അല്ലെങ്കിൽ വേറെ ഏത് ക്യാരക്ടറുമായിട്ടും കട്ടക്കി നിൽക്കാവുന്ന ഒരു വില്ലൻ തന്നെയാണ് കമൽഹാസൻ എന്ന് സിനിമയുടെ അവസാന ഭാഗം കണ്ടവർക്ക് മനസ്സിലാവും. അതുപോലെ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണൻ. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും സോങ്സ് ആയാലും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ കഴിയുമ്പോൾ നാഗാശ്വിൻ എന്ന ഡയറക്ടർ ഇന്ത്യൻ സിനിമയിലെ ബ്രാൻഡ് ഡയറക്ടറായിട്ട് മാറുമെന്ന കാര്യത്തിന് സംശയമില്ല.